വെൽക്കം ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ക്രിമിനൽ ബ്രീച്ച് ഓഫ് ട്രസ്റ്റ് എന്ന് പറയുന്ന IPC സെക്ഷൻ 405 ആണ്. അപ്പോൾ ക്രിമിനൽ ബ്രീച്ച് ഓഫ് ട്രസ്റ്റ് എന്ന് പറഞ്ഞൊരു വേർഡ് വരും. അപ്പോൾ അവിടെ എന്തുണ്ടാവണം? നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം, ഒരു പ്രോപ്പർട്ടി മറ്റൊരാളിൽ എൻട്രസ്റ്റ് ചെയ്യുക, വിശ്വാസത്തോടെ ഏൽപ്പിക്കുന്നു, എൻട്രസ്റ്റ് ചെയ്തിട്ട് അവിടെ നിന്നുണ്ടാവുന്ന ഒരു ഒഫൻസ് ആയിരിക്കണം ക്രിമിനൽ ബ്രീച്ച് ഓഫ് ട്രസ്റ്റ്. ആ ട്രസ്റ്റ് എന്നുള്ള വേർഡ് നിങ്ങൾ ഓർത്തിരിക്കുക. ട്രസ്റ്റ് വന്ന എൻട്രസ്റ്റഡ് എന്നുള്ളൊരു കൺസെപ്റ്റ് അതിനകത്ത് വരും. ഓക്കെ, അപ്പൊ എന്താണ് ക്രിമിനൽ ബ്രീച്ച് ഓഫ് ട്രസ്റ്റിൽ നടക്കുക നമുക്ക് നോക്കാം. ക്രിമിനൽ ബ്രീച്ച് ഓഫ് ട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു ഒഫൻസ് ആവണമെങ്കിൽ നമ്മൾ ഒരു പ്രോപ്പർട്ടി, ആ പ്രോപ്പർട്ടി നമ്മൾ ഒരാളെ എൻട്രസ്റ്റ് ചെയ്യും, ഏൽപ്പിക്കും വിശ്വാസത്തോട്. അത് പ്രോപ്പർട്ടി മൊത്തത്തിലാവാം, അല്ലെങ്കിൽ അതിന്റെ ഒരു പാർട്ടാവാം, അല്ലെങ്കിൽ അതിന്റെ ഒരു ഡൊമൈൻ, ഒരു റൈറ്റ് ആവാം. എന്തായാലും നമ്മൾ അദ്ദേഹത്തിന് ഈ ഒരു പ്രോപ്പർട്ടി ഏൽപ്പിക്കുന്നു. അതിനുശേഷം അയാൾ എന്ത് ചെയ്യണം? അയാൾ ഒരു മിസ്അപ്രോപ്രിയേഷൻ നടത്തണം, അല്ലെങ്കിൽ ഒരു കൺവേർഷൻ നടക്കണം. ഏതാണ് ഈ പ്രോപ്പർട്ടി? ഇപ്പൊ നമ്മുടെ അറിവോ സമ്മതമോ ഇല്ലാതെ അദ്ദേഹം എന്ത് ചെയ്യണം? അതിനെ മിസ്അപ്രോപ്രിയേറ്റ് ചെയ്യാണ്, അല്ലെങ്കിൽ കൺവേർഷൻ ചെയ്യണം ആ പ്രോപ്പർട്ടി. അയാൾ അതെങ്ങനെ ചെയ്യുന്നത്? എങ്ങനെയായിരിക്കാം? എഗെയിൻസ്റ്റ് കോൺട്രറി, അല്ലെങ്കിൽ കോൺട്രറി ടു ലോ ആണ്, അല്ലെ? നമ്മൾ പറഞ്ഞ ഒരു എഗ്രിമെന്റ്, അല്ലെങ്കിൽ നമ്മൾ അയാളെ ഏൽപ്പിക്കുമ്പോൾ ഉള്ള ഒരു എഗ്രിമെന്റ്, അല്ലെങ്കിൽ ഒരു കാര്യം നമ്മൾ ഏൽപ്പിച്ച അയാൾ ചെയ്യാൻ പാടില്ല എന്ന് ലോ പറയുന്ന ചില കാര്യങ്ങളുണ്ടാവും. അപ്പൊ അതിന്റെ ഒരു വയലേഷൻ ആയിട്ട് അയാൾ ഒരു കാര്യം ചെയ്തിരിക്കണം. അതിപ്പോ ഈ മിസ്അപ്രോപ്രിയേഷൻ ആവാം, കൺവേർഷൻ ആവാം, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞിരുന്ന, നമ്മൾ ഏൽപ്പിക്കുമ്പോൾ അയാൾ ചെയ്യാൻ പാടില്ല എന്ന് ലോ പറയുന്ന എന്തെങ്കിലും ഒരു കാര്യം അദ്ദേഹം ആ പ്രോപ്പർട്ടി ആയിട്ട്, അല്ലെങ്കിൽ നമ്മൾ ഏൽപ്പിച്ച സാധനവുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ഇതാണ് ക്രിമിനൽ ബ്രീച്ച് ഓഫ് ട്രസ്റ്റ്. അപ്പൊ ക്രിമിനൽ ബ്രീച്ച് ഓഫ് ട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു ഒഫൻസ് വരുമ്പോൾ അതിനകത്തൊരു ട്രസ്റ്റ് എന്ന് പറഞ്ഞൊരു വേർഡ് ഉണ്ട്. അപ്പൊ തന്നെ നമ്മൾ ഒരു കാര്യം ഓർക്കുക, അവിടെ എന്തെങ്കിലും ഒരു കാര്യം, ഒരു പ്രോപ്പർട്ടി അതിന്റെ അല്ലെങ്കിൽ ഒരു ഹോളായിട്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു പാർട്ടായിട്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു ഡൊമൈൻ, അല്ലെങ്കിൽ ഒരു റൈറ്റ് നമ്മൾ എന്ത് ചെയ്യണം? ഒരാൾക്ക് എൻട്രസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. രണ്ടാമത് അയാൾ എന്ത് ചെയ്യുന്നു? ഒരു മിസ്അപ്രോപ്രിയേഷൻ അല്ലെങ്കിൽ കൺവേർഷൻ ഓഫ് ആ പ്രോപ്പർട്ടി നടത്തുന്നു. അയാൾ അങ്ങനെ ചെയ്യുന്ന കാര്യങ്ങൾ എങ്ങനെയായിരിക്കാം? എഗെയിൻസ്റ്റ് ദ ലോ, അല്ലെ? ഒരു ലോ അയാളെടുത്ത് അങ്ങനെ ഒരാൾ ഒരു കാര്യം ഏൽപ്പിച്ചാൽ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ആയിരിക്കാം അയാൾ ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മൾ അയാളുമായിട്ടുള്ള ഒരു എഗ്രിമെന്റ്, കോൺട്രാക്ട്, അതിന്റെ ഒരു വയലേഷൻ ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കണം അയാൾ ചെയ്യുന്നത്. അങ്ങനെ ഒരാൾ ചെയ്താൽ അയാൾ എന്ത് ചെയ്തെന്ന് നമ്മൾ പറയും? ക്രിമിനൽ ബ്രീച്ച് ഓഫ് ട്രസ്റ്റ് ആണ് ചെയ്തിരിക്കുന്നത്. IPC സെക്ഷൻ 405. പണിഷ്മെന്റ് എവിടെയാണ്? 406 പറയുന്നത്. ആ പണിഷ്മെന്റ് എന്താണെന്ന് നോക്കാം. Imprisonment of either description for a term which may extend to 3 years or fine or with both. അപ്പോൾ 3 വർഷമാവാം, ഫൈനും കൂടെ കാണും, അല്ലെങ്കിൽ ഫൈനായിരിക്കാം, അല്ലെങ്കിൽ രണ്ടും കൂടെ ചേർത്ത് ഫൈനും ഇംപ്രിസൺമെന്റും കൂടെ ഒരുമിച്ച് ഉണ്ടാവും.